അതിനെന്താ പറയാലോ, എന്നോടൊന്നും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഒരാളും ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഇങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറുപ്പം മുതലേ ബിസിനസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഞാൻ ടെൻത്ത് വെക്കേഷന് ഉമ്മാനോടൊക്കെ പറയുന്നു, എനിക്കിങ്ങനെ എൻ്റെ കസിനൊക്കെ തുടങ്ങിയിരുന്നു ക്രാഫ്റ്റ് വർക്ക് അങ്ങനെ തുടങ്ങാനൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ വീട്ടിൽ സമ്മതിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ആ ടൈമിൽ ആ കസിനെന്നെ ഒരു കാര്യം കൊണ്ട് വന്ന് ഒരു എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ പറ്റിയൊരു മാർഗ്ഗം, എലിഫൻറ്റ് ഫർണിച്ചർ എന്നാണ്. ഇതിൽ കുറേ പേര് പെട്ടിട്ടുണ്ടാവും. ഞാനടക്കം ഞാൻ തന്നെ എൻ്റെ കീഴിലൊരു 10 പേരെ ഞാൻ തന്നെ ചേർത്തിക്കണം. എൻ്റെ കസിൻ്റെ ആ അയൽവാസിയത്തെ താത്ത കൊടുന്ന ഒരു ബിസിനസ് ചെയ്യുന്നത്, ആൾക്കെന്തോ ഒരു 4 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ 45 ലക്ഷം അങ്ങനെ എന്തോ കിട്ടിയിരിക്കണത് പറഞ്ഞിട്ടാണ് ഓള് ചേർന്നിരിക്കണത്. എന്നിട്ട് ഓളെ കീഴിലാണ് ഇന്നെ ചേർത്തിരിക്കണത്. അങ്ങനെ ഞാൻ കുറേ പേരെ ചേർത്തി. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പെട്ടെന്ന്. അപ്പോൾ പിന്നെ ഓരെന്താ കാട്ടിയെന്നറിയോ, ഒരു 7,000 റുപ്യ അങ്ങനെ എന്തോ, 7,000 അല്ല 2,000 എന്തോ ഇടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ താത്തി ഉണ്ടായിരുന്നു 2,500 അങ്ങനെ എന്തോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഇല്ലാത്ത പൈസ 8 പൈസ കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് ഇല്ലാത്ത പൈസ കൊണ്ടുപോയി വീണ്ടും കടം മേടിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ മനസ്സിലായി ആദ്യം പറ്റിയതിനെക്കാട്ടിയും വലിയൊരു ചതിയാണ് ഞങ്ങൾക്ക് വീണ്ടും പറ്റിയതെന്ന്. പിന്നെ അതിൻ്റെ ശേഷം കുറേ കാലത്തിന് ഭയങ്കര കളിയാക്കലുകളൊക്കെ ആയിരുന്നു. പിന്നെ ഫുള്ളായിട്ട് പറയാനുള്ള നേരമില്ല. അപ്പോൾ നെക്സ്റ്റ് പാർട്ടായിട്ട് ചെയ്യേണ്ടത് ഇൻഷാ അല്ലാഹ്.